നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഓണത്തിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമാകുന്നത്. ആർക്കെല്ലാമാണ് ഓണത്തിന് മുമ്പ് 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുക? അതുപോലെ തന്നെ മസ്റ്റും പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഇനി എന്നാണ് പൂർത്തിയാക്കാൻ അവസാന തീയതി ഉള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നയം അനുസരിച്ച് പെൻഷൻ കൈകളിൽ എത്തുന്ന ആളുകൾക്കെല്ലാം അക്കൗണ്ടിലൂടെ പണം മാത്രമായിരിക്കും ലഭിക്കുക. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങൾ നൽകുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം 3 വർഷത്തിലധികമായി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ വരുന്നുണ്ട്. കുടിശ്ശികയില്ലാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണം എല്ലാ ആളുകൾക്കും പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ്. സാധാരണഗതിയിൽ നമുക്ക് പെൻഷൻ ലഭിക്കാറ് 26-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളോളമായി നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ ഈ മാസം ഓണം കൂടി വരുന്നത് കൊണ്ട് തന്നെ 21-ാം തീയതിയോ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഇതിന് വിതരണം ഉണ്ടായിരിക്കുക. ഓണത്തിന് സ്ഥിരമായി തന്നെ നമുക്ക് ലഭിക്കാറുമുണ്ട്. കറക്റ്റായി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ മാസം വരെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ് ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ മസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുന്നത് ആ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുത്ത വീടുകളിലെല്ലാം പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഇക്കാര്യം പറഞ്ഞ് ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്റിൽ നിങ്ങൾ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലും പിന്നീട് വരുന്ന മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മസ്റ്റിനെ നിർബന്ധിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ഒരുപാട് ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കിടപ്പിലായ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അക്ഷയയിലെ സ്റ്റാഫുകൾ വന്ന് വീട്ടിൽ വന്ന് മസ്റ്റിൻ പൂർത്തിയാക്കുന്നതാണ്. നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീടുകളിൽ കിടപ്പിലായവരുടെ കണക്കെടുത്ത് അതിനുശേഷം അവർ വീടുകളിൽ വന്ന് മസ്റ്റിൻ പൂർത്തിയാക്കും. ഏതെങ്കിലും തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടോ അതല്ലെങ്കിൽ ക്യാമ്പുകളിൽ ചെന്നോ അല്ലെങ്കിൽ വീടുകളിൽ എത്തിയിട്ടോ മസ്റ്റിൻ പൂർത്തിയാക്കുക. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ സർക്കാർ നിർത്തലാക്കിയ മട്ടാണ്. അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരം ലഭിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്യാത്തത്. ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച്. ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി അതിനെ അറിയിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷനായിരുന്നോ അതോ KSRTC ബസ്സുകളിലുള്ള സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം, ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നയം അനുസരിച്ച് ഇനി കൈകളിൽ പെൻഷൻ ലഭിക്കുകയില്ല, അക്കൗണ്ട് വഴി മാത്രമാണ് പെൻഷൻ ലഭിക്കുക. എന്നാൽ 1-2 മാസം കൂടി ഈ ഒരു നില തുടരും. പിന്നീടായിരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായ തീരുമാനങ്ങളും ഔദ്യോഗികമായ അറിയിപ്പുകളും ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുത്തതെന്ന് മാത്രമുള്ളൂ. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് തിടുക്കക്കൂട്ടിന് ആവശ്യമില്ല. 1-2 മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി തന്നെ നടപ്പിലാക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.